ഈ പിള്ളേരെ എത്ര നേരമായിട്ട് വിളിക്കുന്നു. ഒന്ന് എണീക്കടാ. നീ ഒന്ന് നിർത്തിയേ, അമ്മ വേണേ എണീറ്റോളൂ. അത് ശരി, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഉറങ്ങാനും വിടൂല. ഈ അമ്മ വല്ല സ്പീക്കറും വിഴുങ്ങിയ? അതേടാ, സ്പീക്കർ മാത്രമല്ല, ഒരു മടലൂടെ വിഴുങ്ങിട്ടുണ്ട്. നിന്റെ മണ്ട അടിച്ചു വിളിക്കുന്നതിന് മുമ്പ് എണീറ്റടാ. നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ. അമ്മ കാപ്പി എടുത്ത് വെക്കാം. നിന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമൊന്നും ഇല്ലല്ലോ. നിനക്ക് കുളിയും മനൊന്നും ഇല്ലല്ലോ. എന്റെ മോനാണ് ഈ വീടിന്റെ ഐശ്വര്യം. ഐശ്വര്യം വേണമെങ്കിൽ വല്ലതും വന്ന് കഴിക്കേർക്കാം. അമ്മ എന്തിനാ അവന്റെ പോലെയാണെന്ന് എനർജി അവൻ അങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? അല്ല, മീനൊന്ന് പോട്ടെ. അവളവിടെ ഒരുങ്ങുന്നു. ഫുഡ് വെച്ചായിരുന്നു. പൈസ ഇവിടെ പറഞ്ഞോ? അച്ഛാ ഞാനേ അല്ല, ഇവൻ ഇന്ന് എവിടെ പോണില്ലേ? അവന്റെ ആ കൂട്ടുകാരനെ വായി നോക്കിപ്പോ രണ്ടു പ്രാവശ്യം ഉണ്ടാകും. അല്ലാതെ ഇവന്റെ ഒരു യോഗവേ. എനിക്കാൻ വെച്ചിട്ടുള്ള സ്കൂൾ എഞ്ചിനീയർ. കാട്ടു നോക്കാന് നീ പൊടി ഐശ്വര്യമായി നാളെ വിചാരം. അതെ, ഐശ്വര്യമായി തന്നെയാണ്. എന്തായാലും കുളിക്കാത്ത നിന്നേക്കാളും ഭേദമാണ്. അല്ല മോനെ, നീ ഇന്റർവ്യൂ പോകുന്നതൊക്കെ നിർത്തിയായിട്ടോ? ഒന്ന് രണ്ട് തമ്മിൽ വിളിച്ചിട്ട് എന്ത് കാര്യം? ഇവൻ എവിടെയെങ്കിലും കൃത്യനിഷ്ഠമായിട്ട് പോയിട്ടുണ്ടോ? അമ്മേ മോനെ ഇരിക്കടാ. നിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേ. മനു റെഡിയായില്ലേ? റെഡിയാവുന്നതാ. നീ വല്ല കഴിച്ചിട്ടാണോ വന്നത്? കണ്ട അമ്മയുടെ സ്നേഹം നീ കണ്ട? അമ്മയുടെ യഥാർത്ഥ സ്നേഹം നീ അറിയാവുന്ന ഇന്നിത് രണ്ടാളും കൂടി ഇങ്ങോട്ടാ. അതൊക്കെ ഉണ്ട്. ഇന്ന് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനായിരിക്കും പോകാൻ പോകുന്നത്. ഇന്നിനെ ആരെങ്കിലും കിട്ടും നോക്കട്ടെ. നീയൊക്കെ എന്നാടാ നന്നാവുന്നത്? നാളെ നന്നാവും. വെറുതെ 150 കളി ആണെന്ന്. മറ്റേ പടത്തിന് പോയത് ഇത് സെയിം ക്രിഞ്ച്. ഇവന്റെ പഴയ പടം അതുപോലെ തന്നെ. എല്ലാ പടവും ഒരേ പാറ്റേൺ. മാറ്റി പിടിക്കാനായി. എന്റെ ഏട്ടനല്ലേ പോകുന്നത്? ഏട്ടനാ? അവന് ഇടൊന്നും ഇല്ലടാ. അതേടാ, നീ നോക്കടാ, ഒരു പെണ്ണുണ്ട്. അനിയന് ജോലി വല്ല ആയിരുന്നു? എവിടെ ആകാനാ, അവൻ തെണ്ടിത്തിരിഞ്ഞ കിടപ്പം. ഹരി നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നോ? ഇല്ല, സമയമായിട്ടില്ല പറയാം. എനിക്ക് വീട്ടിൽ നല്ല പ്രഷർ ഉണ്ട് കേട്ടോ. നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, അത് ശരിയാക്കാം. സമയമായി, നമുക്ക് പോവാം. വാ. രണ്ടു വട്ടം അമ്മേ നിങ്ങളാ മോൻ വന്നിട്ടുണ്ട്. കുളിക്കാൻ കാര്യമായിട്ട് എടുത്തോ. നല്ല ക്ഷീണം. നീ എത്തിയാ? നീ ഇന്ന് നേരത്തെയാണല്ലോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. നല്ല വർക്കായിരുന്നു, നല്ല ക്ഷീണവും. അമ്മേ ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? നോക്കുന്നുണ്ട് മോനെ. എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടമ്മ. അതെന്താ മോനെ ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറയുന്നത്? എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് മതി. അതിന് നിന്നെ അങ്ങോട്ടല്ലടാ കെട്ടിച്ചു വിടുന്നത്. ഇങ്ങനെ പോയാൽ മിക്കവാറും കെട്ടിച്ച് വേണ്ടി വരും. കൊറേ നേരമല്ല നീ നിന്റെ കൂട്ടുകാരനോട് തുടങ്ങിയിട്ട്. അതന്നെ, എന്തുവാടാ നിനക്ക് പ്രശ്നം? ഇതുവരെ നിന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ഇനി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓഹോ, ഇപ്പൊ നമ്മളായിട്ടില്ലേ? അമ്മ കാര്യം എന്താണെന്ന് അറിയാത്തോണ്ടായി പറയുന്നത്. നീ കാണിച്ചു കൊടുക്കടാ. എന്താ കാര്യം? എന്നാ അമ്മ കാണും. എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. നമ്മളെ മുന്നിൽ നന്നായി ഇറങ്ങി. ഇത് മാത്രല്ല മോന്റെ ബാഗിൽ
ഞാനൊരു ദിവസം ബിയർ അടിച്ചു വന്നേനി പെർഫോമൻസ് എനിക്കൊരു ജോലിയായിട്ടില്ലാന്നല്ലോ ഇവന്റെ അത്ര ഉടായ്പൊന്നും എനിക്കില്ല എന്നിട്ടും അമ്മയുടെ എല്ലാം വെറുതെ വന്നായിരുന്നു അമ്മ പോടാ. ഈ മോനെ വിശക്കുന്നു.